ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. കുറേ പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റയിലും കമൻസ് ആയിട്ടെല്ലാം. എൻ്റെ ബിസിനസ് വാട്സപ്പിൽ വരെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്തതെന്നെല്ലാം പറഞ്ഞിട്ട്. എൻ്റെ മൂഡ് അങ്ങനെയാണ്, എനിക്ക് തോന്നുമ്പോൾ വീഡിയോ എടുക്കും, തോന്നുമ്പോൾ അപ്ലോഡ് ആക്കും. അങ്ങനെ ഇതിനായിട്ട് ഞാൻ ബാക്കിൽ മെനക്കെടലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് വീഡിയോ ഇല്ലാത്ത. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ സുഖമില്ലാത്തൊരു ദിവസങ്ങളേനു. മീൻസ് അതായത് ഒരു രസമില്ല, ഇങ്ങനെ ദിവസം ഒരു തലകറക്കം, ക്ഷീണം ഇങ്ങനെയെല്ലാം ആയിട്ട് പോകുന്ന കുറച്ച് ദിവസങ്ങളേനു. അപ്പോൾ അന്നേരം പിന്നെ വ്ളോഗ് എടുക്കലൊന്നും നടക്കൂലല്ലോ. നമ്മളെ കാര്യങ്ങളും നമ്മളെ പ്രൈവസി കാര്യങ്ങളും അങ്ങനെ പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോക്കേനു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളെ വ്ളോഗ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നില്ലേ പെട്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ വ്ളോഗ് എടുക്കാമെന്നുള്ളത്. ഇന്നാണെങ്കിൽ സ്കൂളും ഇല്ലേനും. സ്കൂളില്ലാത്ത ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുക. ലേറ്റ് മീൻസ് ഒരു 8:30 8:15 ആ ഒരു ടൈം. എല്ലാ ദിവസവും കുറച്ച് നേരത്തെ എണീക്കും. എൻ്റെ കൂടെ തന്നെ ഇഷ്ടമോളും എണീക്കും. ഞാൻ ഏത് ടൈമാണോ എണീക്കുന്നത് ആ ടൈമിന് ഓളും എണീക്കും കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നപാടും മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കലാണ്. അപ്പം നമ്മൾ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് മുട്ട സെറ്റായി കിട്ടുമല്ലോ. പിന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. മുട്ട അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാം. പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കറി വെക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല നത്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് മീനാണ്. കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ ഫ്രീസറിലേനു കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ ടൈം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പം എണീറ്റേരും എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ വെള്ളത്തിലിട്ട് നമ്മളിതാ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എനിക്കില്ലേ കുറേ ആയില്ലേ ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്ലോ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാ ടൈമും കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്കിൻ കെയർ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാനെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം വന്നതാണ്. ഞാൻ കുളിക്കുന്ന സമയത്താണ് ഇപ്പം ഫേസ് വാഷെല്ലാം അപ്ലൈ ആക്കൽ. രാവിലെ തന്നെ യൂസ് ആക്കലൊന്നുമില്ല. അങ്ങനെയാണ്, ഓരോ മൂഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ പണി എന്ന് പറയുകയാണെങ്കിൽ ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കലാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് മൊത്തത്തിൽ ഡൗൺ ആവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളെ മുട്ട ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. സ്കൂളില്ലാത്ത ദിവസം പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഉണ്ടാക്കൽ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ബുൾസ് ചെയ്യാൻ കേട്ടോ ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ 3-4 അധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം ഉമ്മാക്കും ഉപ്പാക്കും അവർക്കെല്ലാം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ടിട്ട് തിന്നുന്നതാണ്. അത് എപ്പോഴൊന്നുമില്ല കേട്ടോ, ഓർമ്മയുള്ള ദിവസം മാത്രം കഴിക്കും. അങ്ങനെ കുറച്ച് ബ്ലഡ് കുറവാണ്, അതുകൊണ്ട്. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ഒരേപോലെയല്ല കേട്ടോ, എന്നാലും കുറേ ദിവസം എല്ലാം ഒരേപോലെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ. പിന്നെ നമ്മളെ വർക്ക് ഏരിയയിൽ ടൂറ് ചോദിച്ചിന് കുറേ ആൾക്കാർ. ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ മെസ്സേജ് അയക്കും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പണി ഇതുവരെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അതിങ്ങനെ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഫിനിഷിങ് ആക്കിയിട്ടില്ല. നമ്മൾ മൾട്ടിവുഡ് വെച്ചിട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ആ സ്ക്രൂ എല്ലാം അങ്ങനെ തന്നെ കാണുന്നുണ്ട. അപ്പോൾ അങ്ങനെ അതിന് പെയിൻറ്റ് ബാക്കിയുണ്ട്, സ്പ്രേ പെയിൻറ്റ് ബാക്കിയുണ്ട് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഒരു സൈഡ് സ്പൈസസും കാര്യങ്ങളും, പിന്നെ ഉപ്പ്, പഞ്ചസാര, ചായപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ നടുക്ക് നമ്മൾ ജ്യൂസ് ഗ്ലാസ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടില്ലേ. നെക്സ്റ്റ് നമ്മൾ മുട്ട പുഴുങ്ങിയത് അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടാളെയും പറഞ്ഞിട്ടുണ്ട്. ഷേന മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുസക്കൈക്ക് ഓക്കും പോകേണ്ടി വരും, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്.
രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കലാന്ന് കേട്ടോ. ആടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ രണ്ടാക്കും. അപ്പോൾ രാവിലെ തന്നെ ദാടെ പോയി വന്നിട്ടുണ്ട്, ഉമ്മാൻ്റെ അടുത്ത് പോയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മൾ ചായ കുടിക്കലാണ്, കട്ടൻ ചായ കേട്ടോ. എൻ്റെ വ്ളോഗ് എപ്പോഴും കാണുന്നവർക്കറിയാലോ കട്ടൻ ചായ. രാവിലെ എനിക്ക് കട്ടൻ ചായ, വൈകുന്നേരം ചായ, പാൽ ചായ. വൈകുന്നേരം കട്ടൻ ചായ കുഴപ്പമില്ല, എന്നാലും പിന്നെ പാൽ ചായയാണ് ഇപ്പം കുടിക്കൽ. അങ്ങനെ ഇവർക്ക് ചായ കുടിക്കൽ അതൊരു പണിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഷമോൾ ഇതാ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിക്കണം അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവരെ ഞാൻ കുറച്ച് സമയം മുറ്റത്താക്കിയിട്ട് ഇതാ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. തുടക്കലെല്ലാം 2-3 ദിവസം മുന്നേ കഴിഞ്ഞതാണ് കേട്ടോ. ഡീപ്പായിട്ട് തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആഴ്ചക്ക് ഒരു ദിവസമാണ് കേട്ടോ തുടക്കൽ. കാരണം അതിന് മാത്രം പെരങ്ങലൊന്നുമില്ല, മീൻസ് വൃത്തികേടാവലൊന്നുമില്ല. കാരണം ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അധിക ടൈം ഇവിടെ ഉണ്ടാവില്ല, അപ്പുറത്ത് ഉണ്ടാവും ഉമ്മാൻ്റെ അടുത്ത്. ചായ കുടിക്കലും പിന്നെ കറി വെക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരണം. പിന്നെ ഈ റൂം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റേ റൂമിൽ അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഇല്ല. അപ്പോൾ ആ റൂം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ കിടക്കുന്ന റൂം. ഷയാന് മേലയിൽ ഞാനും വിഷയും താഴെയായിട്ടാണ് കേട്ടോ കിടക്കൽ. അപ്പോൾ ഓൻ്റെ ബെഡ്ഷീറ്റ് ഇന്ന് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ആക്കണം, കുറേ ദിവസമായി ഓൻ പറയുന്നു. ഞാനില്ലേ ഈ റൂമിലിപ്പോൾ മേലയിലും താഴത്തും ഒരേപോലത്തെ ബെഡ്ഷീറ്റാണ് കേട്ടോ പിരിക്കൽ. എന്നാലാണ് ആ ഒരു മുഞ്ച് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചാലോടുന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ചോദിക്കും. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൽ വളരെ കുറവാണ്. പക്ഷെ മേലത്തെ ഇതുണ്ടല്ലോ, ഇത് കുറേ മുന്നേ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പിരിച്ചിട്ടില്ലേനു. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഷയാൻ്റെ ബെഡും ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസം എന്നോട് ഇങ്ങനെ പറയുന്നു. ഇനി നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കൊണ്ടുപോയിട്ട് അലക്കാനിടാം. അപ്പോൾ അടിച്ചു വരുമ്പോഴത്തേക്ക് അത് സെറ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 30 മിനിറ്റ് കൊണ്ട് സെറ്റാവും. ക്യുക്ക് വാഷാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ സാംസങ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ബ്രാൻഡ് വരുന്നത്. കുറേ കമൻസ് ഇങ്ങനെ കാണലുണ്ട്. കമൻസ് എല്ലാം ഞാൻ വായിക്കലുണ്ട് കേട്ടോ. റിപ്ലൈ തരാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാം വായിക്കലുണ്ട്. പിന്നെ അടുത്ത വ്ളോഗിൽ ഞാൻ പറയലുണ്ട് ഡീറ്റെയിൽസ് മൊത്തത്തിൽ. അപ്പോൾ അതും അലക്കാനിട്ട് വീണ്ടും ഞാനിത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കിഡ്സ് ബെഡ്റൂം എന്ന് പറയാൻ പറ്റൂല, ഇത് എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ, വലിയ ആക്കെല്ലാം. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടുന്നവർ കഴിഞ്ഞ വ്ളോഗിൽ എടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ റൂം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ആ റൂമിൽ മാത്രമാണ് കുറച്ചൊരു പയ്യാറാഴ്ച ഉണ്ടാവും. കാരണം ഫുൾ ടൈം നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവില്ല, ഫ്രീ ടൈം. ഞാനും ഷയാനും ഇഷിയും എല്ലാവരും അവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വേറെ എവിടെയും അങ്ങനെ കൂടുതൽ ഇതാവാൻ മാത്രമില്ല, പൊടി എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞാലും പൊടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഹോം ടൂറെല്ലാം ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല. അങ്ങനെ നമ്മളെ ലിവിങ്ങും അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളടുത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് ഡീപ്പായിട്ട് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും അടിച്ചു വരലില്ല. ആഴ്ചക്കൊരു ദിവസം ഡീപ്പായിട്ട് തന്നെ തുടക്കും, നല്ല എല്ലാടിയും തുടച്ചെടുക്കും. മരവും അതായത് ജനലും ഇതും വാതിലും എല്ലാം ഒന്ന് ഡീപ്പായിട്ട് തുടച്ചെടുക്കും. പിന്നെ കുറേ ദിവസത്തേക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് അടിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുകയാണെങ്കിൽ മേശയിലൊന്ന് തുടച്ചെടുക്കലാണ്. പിന്നെ മേശമ്മൽ വെച്ച കുറച്ച് ഷോപ്പീസ് ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് തുടച്ചെടുക്കലാണ്. ഒരു 10 ദിവസം കൂടുമ്പം അത് തുടച്ചെടുക്കും. കാരണം പൊടി എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യാണ്ട് അങ്ങനെ വെക്കുന്നതല്ലേ. അപ്പം അങ്ങനെ നമ്മളെപ്പോഴും യൂസാക്കുന്ന ടേബിൾ ഇതാണ് കേട്ടോ. കൂടുതൽ ആൾക്കാരെല്ലാം വന്നാൽ മാത്രമേ മറ്റേ ഡൈനിങ് യൂസ് ആക്കലുള്ളൂ. അപ്പോൾ അവിടെയും ഇവിടെയും തുടച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ സ്റ്റോർ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊന്നും ദിവസവും തുടക്കൂല കേട്ടോ.
നമ്മളെ കിച്ചണ് മാത്രമേ ഡെയിലി ഡീപ്പായിട്ട് ക്ലീൻ ആക്കേണ്ടി വരലുള്ളൂ. അതായത് വർക്കിംഗ് കിച്ചണ്, വർക്ക് ഏരിയ ഇവിടെയെല്ലാം ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പം തുടച്ചാൽ മതി. വേറെ സീനൊന്നുമില്ല. കാരണം കൂടുതൽ നമ്മളിടുന്ന് കുക്ക് ചെയ്യുന്നില്ലല്ലോ. പിന്നെ കറിയും ഇത് മാത്രമല്ല ഉണ്ടാക്കലുള്ളൂ, അതെല്ലാം വർക്ക് ഏരിയയിലാണ്. ഞാനാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ അതായത് പയ്യാരാക്കാണ്ട് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പം പണ്ട് അങ്ങനെയല്ല കേട്ടോ, ഇപ്പം കുറേ മാറ്റമുണ്ട് എനിക്ക്. പിന്നെ ഇനി വീട്ടിൽ കൂടാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഗ്ലാസ് ഡോറിൻ്റെ, അതായത് ഈ ബ്ലാക്ക് ഗ്ലാസ് ടൈപ്പ് വരുന്ന ഫ്രിഡ്ജ് വാങ്ങരുത് കേട്ടോ. കാരണം ഡെയിലി തുടക്കണം. നമ്മൾ തൊട്ട കല ഉണ്ടാവില്ലേ, അത് ദിവസം നമുക്ക് കാണുമ്പോൾ എന്തെല്ലോ ഒരു വൃത്തികേട് ഫീൽ ആയിരിക്കും. അപ്പോൾ എന്താക്കണം, നമ്മൾ ഡെയിലി അത് തുടക്കണം. നനഞ്ഞ തുണി വെച്ചിട്ടും തുടക്കണം, ഉണക്ക തുണി വെച്ചിട്ടും തുടക്കണം. അതൊരു പണിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു സിൽവർ ടൈപ്പോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നെപ്പോലത്തെവർക്ക് ഈ ബ്ലാക്ക് പറ്റുകയില്ല. ഇഷ്ടം ബ്ലാക്കിനോടാണെങ്കിലും പിന്നെ ക്ലീൻ ആക്കാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് സമയം രണ്ടാക്കും ഫോണും കൊടുത്തിരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പൂളിൽ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ച് വെള്ളം. പിന്നെ ഫിൽറ്റർ ഇടണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. പിന്നെ ഉപ്പ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ പണി അനക്കാന്ന്, പൂളിൻ്റെ കാര്യവും ഇതെല്ലാം അനക്കേനു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ പൂളിൽ വെള്ളവും നിറച്ച് നമ്മളിതാ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മുറ്റത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതെല്ലാം ഉണ്ടാവും, വേസ്റ്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അടിച്ച് വരട്ടെ. ഇനി മുറ്റടിച്ച് വരയിട്ട് നമുക്ക് ബാക്കി കാണാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി മുറ്റെല്ലാം അടിച്ചു വാരി നല്ല കുട്ടിയാണ്, പക്ഷേ അല്ല കേട്ടോ. ഞാനൊരു 2 ദിവസം കൂടുമ്പോൾ മാത്രമേ മുറ്റത്തിറങ്ങലുള്ളൂ. അല്ലാത്ത ദിവസം ഈ വലിയ ചപ്പ് വീകുന്നില്ലേ, അത് പൊറുക്കിയിട്ട് അങ്ങ് ചാടും. അല്ലാണ്ട് മാച്ചിലെടുത്തിട്ട് അടിച്ചു വാരലൊന്നുമില്ല. അപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മുകളിലൂടെ ഫ്ലൈറ്റ് പോകുന്നു ഗൈസ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ മുറ്റത്തിറങ്ങിയ സ്ഥിതിക്ക് വീഡിയോ എടുക്കൽ എനിക്ക് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലത്തെ വ്യൂവും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ആ ഒരു ടൈം തന്നെ, ഞാൻ മുറ്റത്തിറങ്ങുന്ന ടൈം തന്നെ ഇഷനിയും ഷയാനും മുറ്റത്തിറക്കും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ടൈം കൂടുതൽ അങ്ങനെ ഇറക്കലില്ല, കാരണം പേടിയാണ്. രണ്ടാളെയും കാണാണ്ടാവും, ഏതെങ്കിലും ഭാഗത്തിലാണ് ഉണ്ടാവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നായിൻ്റെ ശല്യം ഉണ്ടാവലുണ്ട്. 1-2 നായ്ക്കൾ ഇലക്കൂടിയിലേക്കൂടിയെല്ലാം പോകലുണ്ട്. അപ്പോൾ ഇവരെ മുറ്റത്തിറക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാനുള്ള ടൈമാണ് ഇറക്കൽ. അപ്പോൾ ഇപ്പം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. ഈ വണ്ടി കുറച്ച് കാലമായിട്ട് യൂസാക്കാണ്ട് വെച്ചതേന്, ഇപ്പോൾ ജെറി വന്നേരം നന്നാക്കിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരാഴ്ച ഉണ്ടാവും അതിനോടെല്ലാം ഇഷ്ടമെല്ലാം. പിന്നെ അതെങ്ങനെ ഊരി ലെവലാക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുറ്റടിച്ച് വാരൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഫിൽറ്റർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോക്കാന്ന്. ഇനിയിപ്പോൾ 1 മണിക്കൂർ ഫിൽറ്റർ ഓൺ ആക്കണം. ഈ പൂളാക്കാൻ അത്രക്കും ആഗ്രഹിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നു വെറുതെ ആക്കി ഒരാവശ്യമില്ലേനു. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യൽ റബ്ബേ പണി എന്ന് പറയുകയാണെങ്കിൽ അമ്മാതിരി പണിയാണ് കേട്ടോ. കാണാനും നല്ല രസമാണ്, പക്ഷേങ്കിൽ അതങ്ങനെ കൊണ്ടുപോക്കൊരു പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോക്കാന്ന്. ആരുമില്ല, ഞാനും ഷയാനും ഇഷിയാണ് കേട്ടോ പോകുന്നത്. വേറെ എവിടെയുമല്ല, ഉപ്പാൻ്റെ മെരുവിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവർ ലേസ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ നിൽക്കാനും ഇരിക്കാനും വിടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ, എല്ലാം ഓറെ വിളിച്ച് പറയും. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടാകുമ്പോൾ ഞാനത് പോയി ഇങ്ങെടുക്കാന്ന് കേട്ടോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം. നാളെ ഷയാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് മന്തി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ചിക്കനും വിളിച്ച് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത്, എടയന്നൂർ ജമീല സ്റ്റോർ. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഷോപ്പാണ് കേട്ടോ. എടയന്നൂരുള്ളവർക്ക് അറിയാമായിരിക്കും, നമ്മളെ ഉപ്പാപ്പാൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ മൂപ്പറാന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം എന്നോട് പരസ്യം ചെയ്യണേ ഷോപ്പിൻ്റെ എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ചെയ്തു തരാമെന്നെല്ലാം ഇങ്ങനെ പറയലാണ്.
അങ്ങനെ ഇവിടെ എത്തിയാൽ പിന്നെ ഇവർക്ക് എന്തെല്ലോ വേണ്ടി വരും, കാണുന്ന സാധനമെല്ലാം വേണ്ടി വരും. അപ്പം മാഗിയും ലേസും എല്ലാം വാങ്ങിയിട്ടുണ്ട്, കൊള്ളിമുട്ടായും അതും ഇതും വേണ്ടാത്തയും വേണ്ടുന്നതും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോക്കാൻ ചാലോടും കൂടി പോകേണ്ട ചെറിയൊരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ പുരക്കേക്ക് പോക്കാന്ന്. ഇനിയിപ്പോഴുള്ള നെക്സ്റ്റ് നമ്മളെ പണിയെന്ന് പറയുകയാണെങ്കിൽ കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചിക്കനെല്ലാം ഒന്ന് പരക്കി റെഡിയാക്കി വെക്കണം. നാളെയാണ് കേട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പണി അവിടെ കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഉണ്ടാവും ഉമ്മ കത്തലെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊടുക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഒരു 10 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. 10:30 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല പുട്ടും ഇന്നലെ രാത്രി ഞാൻ വെച്ച നല്ല പയറ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ അച്ചാറില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് കേട്ടോ. ഈ ഒരു അച്ചാറുണ്ടല്ലോ റബ്ബേ 4ാമത്തെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഇഷമോളെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് നോക്കും കേട്ടോ, ഞാൻ എന്താ ചെയ്യുന്നോളി ഇതെവിടെയും പോയി കളഞ്ഞോ എന്നുള്ള ഇതിൽ 24 hours തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം നമ്മളെ കത്തലടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇഷക്ക് ചെയ്യാനും പുട്ട് അത്ര വലിയ ഇഷ്ടമില്ല, പിന്നെ പയർ കറിയും. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞ മാഗി ആക്കി തന്നാൽ വേണമെങ്കിൽ തിന്നാന്ന്. വേണമെങ്കിൽ കേട്ടോ, അത് നിങ്ങൾ ആലോചിക്കണം, വേണമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു മതി, അത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാണ്ടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാഗി ആക്കി കൊടുത്തിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമേ മാഗി വാങ്ങും കേട്ടോ, വാങ്ങിയാൽ എന്തായാലും തീരുന്നവരാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും ആക്കി കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ പണി കറി വെക്കലാണ്. പിന്നെ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഒരു കപ്പിലാക്കിയിട്ടെടുക്കുക. വീണ്ടും നടത്തത്തിൻ്റെ, അതായത് നടക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം ഞാൻ നോക്കുമോ അതെല്ലാം നോക്കും കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് വീണ്ടും മറന്നു പോകരുത്, വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വരാൻ തോന്നറല്ല, മീൻസ് ഇങ്ങോട്ടേക്ക് വരരുത്, നടത്തം അങ്ങനെ ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ട് വർക്കേരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ഇടല്. കാരണം വീണ്ടും വേറെ പാത്രത്തിൽ വെക്കലൊന്നും നടക്കൂല. വലിയൊരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേഗം പിന്നെ കൂടുതൽ സാധനം വാങ്ങൂല കേട്ടോ. കൂടുതൽ ഐറ്റംസ്, അതായത് ഒരു മാസത്തേക്കുള്ള വെളുത്തുള്ളി അങ്ങനെയൊന്നും വാങ്ങില്ല, കുറച്ച് മാത്രമേ വാങ്ങുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ളത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും അരി ആയിക്കോട്ടെ എന്തായി കഴിഞ്ഞാലും നമ്മളൊരു ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കൽ. പിന്നെ അത് തീർന്നിട്ടാണ് വേറെ വാങ്ങിക്കൽ. അപ്പോൾ ഫ്രഷ് കിട്ടുകയും ചെയ്യും, കൂടുതൽ വെക്കുകയും വേണ്ട, വെടുക്കായി പോവുകയും ചെയ്യില്ല. അങ്ങനെ പിന്നെ ചിക്കൻ കഴുകുന്ന വൃത്തികെട്ട സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതെല്ലാം കഴുകി മുളക് വരക്കിയിട്ട് തന്നിട്ടുണ്ട്. ഒരു ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും ഒരു ചിക്കന് മന്തി ആക്കാൻ വേണ്ടിയിട്ടും സെറ്റാക്കിയിട്ടുണ്ട്. മന്തിൻ്റെത് മസാല ഞാനാണ് പരക്കുന്നത്, മറ്റേതിൻ്റെത് ഉമ്മ മുളകും മഞ്ഞളെല്ലാം ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അതെല്ലാം ഇട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നത്തലും ഉമ്മേനെയാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. കാരണം ഇന്ന് എനിക്ക് സമയമില്ലേനു, ഞാൻ കട്ട് ചെയ്യലുണ്ട് കേട്ടോ. മീൻ മുറിക്കാൻ വലിയ സീനൊന്നുമില്ല. മത്തി, അയില, നത്തൽ ഇത് മുറിക്കും. ചെമ്മീനൊന്നും എനിക്ക് പരിചയമില്ല കേട്ടോ മുറിച്ചിട്ട്. ചെമ്മീനും അതെല്ലാം ഉമ്മേനെയാണ് കേട്ടോ ആക്കി തരുന്നത്. അപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ, പിന്നെ ചെറിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചട്ടിയിൽ അട വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മളെ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. രാത്രി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയൊന്നും തൊലി കളയുന്ന സ്വഭാവം എനിക്കില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. കാരണം അതിനെല്ലാം കുറേ ടൈമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കഴുകിയിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോക്കാൻ കേട്ടോ, മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 4 ടീസ്പൂണോളം ടേബിൾ സ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും.
അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പുളിവെള്ളവും ചേർത്തിട്ട് അതും നല്ലോണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പണി നോക്കാം. ബാക്കി പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിക്കുള്ള മസാല ഒരുക്കി വെക്കലാണ്. കുറേ ആയിട്ടാ ഞാൻ മന്തിയെല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ ഒരു ടച്ച് പോയിട്ടുണ്ട്, എങ്ങനെയായിരുന്നു ഇത് ഉണ്ടാക്കൽ എന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ, പിന്നെ എൻ്റെ രീതി മാത്രമല്ല കുറച്ച് വീഡിയോസെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മല്ലിച്ചപ്പും പിന്നെ ഒരു 4 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മണം കേട്ടോ, നല്ലൊരു സ്മെല്ലുണ്ടേനു ഇതിൻ്റെ ഒരു മണം. അപ്പോൾ അത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇങ്ങനെ ഫോക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് പണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മന്തിയാണ് കേട്ടോ. മറ്റേ യൂട്യൂബിലെ ഫേമസ് ആയിട്ടുള്ളൊരു മന്തി റെസിപ്പി ഉണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ മറ്റേ ഫദ്വാസ് കിച്ചൻ ഓറ മന്തി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും കൂടി എൻ്റെ രീതിയിലുള്ള കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും പച്ചമുളകും കുറച്ച്, നമുക്കെല്ലാവർക്കും സ്പൈസ് നല്ലോണം വേണം, അതായത് നല്ലോണം ഇത് വേണം, എരിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഒരു 3 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉള്ളിയും കുറച്ച് പച്ചമുളകും, ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റും. എന്നിട്ട് നാളെയാണ് കേട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാട്ടോ വെക്കൽ. അപ്പോൾ നല്ലൊരു ഉപ്പെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിടുമ്പോഴത്തേക്ക് നമ്മൾ മീൻകറി അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ഞാൻ കുറേ മീനുണ്ടാവും, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ കറി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മസാലകളൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിടുക ചിക്കനിലേക്ക്. അപ്പോൾ അതും പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മേലയിൽ കുറച്ചും കൂടി ഞാൻ ചില്ലി ഫ്ലെക്സ് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. വർക്ക് ഏരിയൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ, മൊത്തം വലിച്ചിട്ടിട്ടുള്ളത്. കാരണം 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഫുൾ പയ്യാറായിട്ട് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് നമ്മളെ കറിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി നാളെ രാവിലെ വേണ്ടി വന്നാൽ നാളെ രാവിലെ അതുവരെയുള്ള കറി സെറ്റായിട്ടുണ്ട്. ബാക്കി വറവും കാര്യങ്ങളെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ നോക്കൽ. അതൊന്നും ഞാൻ നോക്കലില്ല. ഇപ്പോൾ കറി വെക്കൽ മാത്രമാണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിതാ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതെല്ലാം ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ച് ഇനിയിപ്പം വർക്ക് ഏരിയ മൊത്തത്തിലൊന്ന് കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. രാവിലെ കുടിച്ച പാത്രം വരെ, അതായത് ചായ കുടിച്ച പാത്രം വരെ കഴുകിയിട്ടില്ലേനു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. വർക്ക് ഏരിയ മൊത്തത്തിലൊന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നല്ല രസമില്ലേ, എന്ത് സ്പീഡായിട്ടല്ലേ പണിയെല്ലാം കഴിഞ്ഞ്. ഇതൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്ത പണിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അവിടെയെല്ലാം ക്ലീനാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി പഠിച്ച് വരണം. പിന്നെ വർക്ക് ഏരിയ ഡെയിലി തുടക്കലുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയുണ്ടാവലുണ്ട്. ദിവസം തുടച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് നമുക്ക്. ആ ഒരു വൃത്തി കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ്. അങ്ങനെയാണ് ഇപ്പം അങ്ങനെയാണ് കേട്ടോ. പണ്ടും നമുക്ക് അങ്ങനെയല്ലേനു. ഇപ്പോൾ സ്വന്തം വീടായതിന് ശേഷം കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഒരു എന്താണെന്നറിയില്ല, അങ്ങനെയായിരിക്കും അല്ലേ. കുറച്ച് വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ സ്വഭാവം മാറുമായിരിക്കും എന്ന് പറയുന്നതെല്ലാം സത്യം തന്നെയാണെന്നുണ്ട്. കാരണം പണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ലേനു. ഇപ്പം എനിക്കൊരു സാധനം വെച്ചെടുത്തുനിന്ന് മാറ്റി വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊരു എന്തോ ഒരു ഇതാണ്. ഞാൻ വെച്ച സാധനം വെച്ചെടുത്ത് തന്നെ ഉണ്ടാവണം.
എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ ഉണ്ടാവണം. അങ്ങനെയെല്ലാം ഉള്ളൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണം. വലിയ നല്ലതെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഷെയാനെല്ലാം നല്ലോണം ഞാൻ പറയും, ആളെയൊന്നും ഒരു സാധനം ആടി ഇവിടെയൊന്നും വെക്കാൻ വിടൂല. അങ്ങനെയാണ് കേട്ടോ. ബുക്കെല്ലാം അതിൻ്റെ സ്ഥലത്തേനെ വെക്കാൻ വിടും. പഠിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ എടുപ്പിക്കും. അങ്ങനെയല്ലേനു. പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം പൂളിലിറങ്ങാമെന്ന് വിചാരിച്ച്. സ്കൂളില്ലാത്ത ദിവസം കുട്ടിയൊക്കെ ഒരു സന്തോഷമല്ലേ. ഇന്നാണെങ്കിൽ ഞാൻ വെള്ളം കുറച്ച് നിറച്ചിട്ടും ഉണ്ടേനു. എപ്പോഴും വെള്ളം നിറക്കണ്ട, പിന്നെ മീൻസ് അതായത് അതിൽ കുറച്ച് വെള്ളം കുറയും, ഫിൽറ്ററിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് വരെ കുറയും. അപ്പോൾ ഇന്ന് നല്ല വെള്ളം കുറച്ച് നിറച്ചിനേനു. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഒന്ന് ഇറക്കിയിട്ടുണ്ട്, കൂടെ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു അരമണിക്കൂർ, അതിൻ്റെ കൂടുതൽ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ, എവിടെയും പോകുന്നു ആക്കുന്നൊന്നുമില്ലല്ലോ, മുറ്റത്ത് ഇറക്കുന്നില്ല. പാവം കുട്ടികളെന്നാ വേണ്ടത്, ടി വിയും വെച്ച് കൊടുക്കില്ല, ഫോണും കൊടുക്കൂല. അങ്ങനത്തെ ഒരു സൈക്കോണ് കേസ് ഞാൻ. അപ്പോൾ വെള്ളത്തിലിറക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലിറക്കുന്ന ദിവസം. നല്ല സ്വഭാവം ഇറക്കുന്നവരെ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്വഭാവം പഴയയിലേക്ക് തന്നെ മാറും കേട്ടോ. അങ്ങനെ നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആവൽ കഴിഞ്ഞ് പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷെയാൻ്റെ നെറ്റിക്ക് എന്താണെന്ന് എന്തായാലും കമൻറ്റ് വരും. അതൊന്നുമില്ലപ്പം, അത് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്. വീഴലും പൊട്ടലും സാധാരണയാണല്ലോ. അപ്പോൾ അങ്ങനെ ഓൻ്റെ സ്വഭാവം വെച്ചിട്ട് വീഴാണ്ടിരിക്കുന്നതും ശരിയല്ല. അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ തന്നെ ഒന്ന് ഇതാക്കി കൊടുത്തതാണ്. ഹോസ്പിറ്റലിലെല്ലാം കാണിച്ച് ചെറിയൊരു മുറിവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചോറും നല്ല കൊണ്ടാട്ടം പൊരിച്ചതും പപ്പടം പൊരിച്ചതും. മീൻ പൊരിച്ചുണ്ടേനും, പക്ഷെ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ തിന്നിട്ടില്ല. പിന്നെ ഇന്നലെയെല്ലാം വറവും ഇതും എല്ലാം ഉണ്ടേനും കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ചോറ് തിന്നൽ കഴിഞ്ഞ് നമ്മളെ പരിക്കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പരിപാടി കുറച്ച് സമയം റെസ്റ്റ് എടുക്കൽ. ഉച്ചക്കൊരു 3:15 to ഒരു 4:15, 4:45 വരെ എനിക്ക് കടന്നിട്ടില്ലെങ്കിലില്ലേ എന്തെല്ലോ പ്രശ്നങ്ങളാണ്. അങ്ങനെ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലും എനിക്ക് ആ ഒരു ഉച്ച ടൈം കുറച്ചൊന്ന് കടന്നെണീക്കണം. കൂടുതൽ ഉറങ്ങണ്ട, കടന്നെണീക്കണം. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ഈ രണ്ടെണ്ണത്തിനെയും കടത്തൽ കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ. ഇഷമോക്ക് പിന്നെ വലിയ സീനില്ല, ഷെയാന് പിന്നെ ശീലമില്ലല്ലോ, സ്കൂളിൽ പോകുന്നതാണല്ലോ. അവിടെ ഓനെ പിടിച്ച് കടത്തലൊരു പണി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വൈകുന്നേരമാറ്റം വിളിക്കുക, ഈ ഒരു ടൈം വിളിക്കരുത്. ഈ ടൈം ഞാൻ ഫോണ് സൈലൻ്റ് ആക്കിയിട്ട് ദൂരെ വെച്ചിട്ടാണ് കേട്ടോ കിടക്കൽ. ആര് വിളിച്ചാലും ഈ ടൈം എന്നെ കിട്ടൂല. അപ്പം അങ്ങനെ ഇതാ വൈകുന്നേരം ഒരു 5 മണിയെല്ലാം ആയിട്ടുണ്ട്. 4:45 ആകുമ്പോഴത്തേക്ക് എണീക്കും, പക്ഷെ പുറത്ത് വരില്ല, അവിടെ തന്നെ കടന്ന് നേരം കൂട്ടി കളിക്കും. എന്നിട്ടിപ്പോൾ ഇതാ ചായ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പൂളിലെല്ലാം ഇറങ്ങിയ ദിവസം കുട്ടിക്ക് നല്ല വിശപ്പും കാര്യങ്ങളെല്ലാം ഇരിക്കും, അതുകൊണ്ട് നല്ലതാണ്. പിന്നെ അപ്പോൾ ഇന്ന് പുൾസൈ വേണം ഉമ്മ ആദ്യമായിട്ട് എൻ്റെ മോന്. അപ്പോൾ എനിക്കത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇഷക്കും എല്ലാം കൊണ്ട് ആക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഓക്കും ആക്കിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ ബിസ്ക്കറ്റോ മിച്ചറോ അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇടയ്ക്കെപ്പെങ്കിലും നമ്മൾ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസോ അതെല്ലാം പൊരിച്ചെടുക്കലുണ്ട് എപ്പെങ്കിലും കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ പിയാപ്പിളാറൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പെഷ്യലുകളൊന്നും കൂടുതലില്ല. നമ്മൾ നോർമൽ ടൈപ്പ് ഫുഡ് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ അലക്കിയ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും മാറിയിടാൻ വേണ്ടിയിട്ട് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഷമോളെ ഒന്നും കൂടി ഫ്രഷ് ആക്കിയിട്ടുണ്ട്. വൈകുന്നേരം കിടന്നെണീച്ച് കഴിഞ്ഞാൽ ഒന്ന് മേലെല്ലാം കഴുകി മുടിയെല്ലാം വാരി നല്ല മുഞ്ചത്തി ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ നടക്കുക. രാവിലെ കുറച്ച് സമയം ഫ്രീ ആക്കി വിടും, ഡ്രസ്സൊന്നും ഇടാണ്ട് പമ്പേഴ്സൊന്നും ഇല്ലാണ്ട് ഒന്ന് ഫ്രീ ആക്കി വിടും. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫ്രീ ആക്കി വിട്ടിട്ടില്ല. പിന്നെ എൻ്റെ മോളൊരു പ്രത്യേക തരം സ്വഭാവമാണ് ഇത്. എല്ലാം വലിച്ചു വാരി ഇടൽ. പമ്പേഴ്സെല്ലാം ഫുള്ള് വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. രാത്രി ഫ്രഷായിട്ട് പമ്പേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വരെ മൂത്രമൊന്നും ഒഴിക്കൂല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മാറ്റി കൊടുക്കും, ഫ്രീ ആക്കി വിടാമെന്ന് കേട്ടോ ചെയ്യാം. പമ്പേഴ്സ് മാറ്റിയെടുക്കണം, ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നതാണ്. പമ്പേഴ്സ് വാങ്ങി മടുത്ത് കേട്ടോ. അപ്പം അങ്ങനെ
ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് വരും. ഇഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ, ഉമ്മാമാരുടെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും ആ ഒരു ടൈം തന്നെ വരും. എന്നിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനാവുന്നവർ ഇവിടെ തന്നെ നിന്ന് നേരം കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പോവുക. പിന്നെ നമ്മൾ ഏഷ്യ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഇതാ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മളെ തുണി അറയിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അറയിടാൻ വേണ്ടിയിട്ട് മേലയിലേക്ക് വന്നിട്ടുണ്ട്. മേലയിൽ ഒരു റൂം ഇങ്ങനെ ഫുള്ള് കാലിയാക്കിയിട്ട് വെക്കാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്, നമുക്ക് തുണിയെല്ലാം അറയിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടെറസിൽ ഷീറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, വെറുതെ എന്തിനാ ആടത്തെ ഒരു സ്പേസും കൂടി കളയുന്നതെന്ന് വിചാരിച്ചിട്ട്. ആടി നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് തുറക്കണ്ടല്ലോ, ഉണ്ടെങ്കിൽ ആടെയും വൃത്തിയാക്കേണ്ടി വരും. എവിടെയെല്ലാം ഉണ്ടോ ആടെയെല്ലാം നമുക്ക് ക്ലീൻ ആക്കണമല്ലോ, കൈ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെതാ ഈ ഒരു ബെഡ്റൂമിലെ അലമാരിയൊന്നും ഞാൻ യൂസ് ആക്കലില്ല, കാരണം മേലെ കയറാൻ എനിക്ക് ലോകം മടിയാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ കയറും, അലക്കുന്ന ദിവസം മാത്രം. അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ കളിക്കാനൊന്നും കുട്ടികൾക്ക് കുറേ സാധനങ്ങളൊന്നും കൊടുക്കൂല കേട്ടോ. ഇങ്ങനെ അടിയൊടി എല്ലാം ആയിട്ട് പയ്യാറെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരാണെങ്കിൽ എടുത്തു വെക്കുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തന്നെ ബേക്കിൽ നടന്ന് എടുത്തു വെക്കണം. ആരെങ്കിലും എല്ലാം കയറി വരുമ്പോൾ അന്ന് ഫുള്ള് വലിച്ചു വാരിയിട്ടെല്ലാം ഉണ്ടാവുക, അവരെ നീറ്റായിട്ടെല്ലാം ഉണ്ടാവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കും, ഞാൻ കൊടുക്കുകയില്ല. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നത് ഈ ഒരു വലിയൊരു ബമ്മാച്ചിനെ എടുത്തു കൊടുക്കാമെന്ന്. പിന്നെ അലമാരിയിൽ വെച്ചിട്ട് പോയിപ്പോണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കിട്ടിയ സന്തോഷം ഭയങ്കരേനു കേട്ടോ. അപ്പോൾ അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഇവനെ പഠിക്കാൻ ഇരുത്തിക്കും. എന്തിന് ഇരുത്തിക്കൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് വായിക്കും, തോന്നുന്നത് എഴുതും, അങ്ങനെയെല്ലാമാണ്. ഇപ്പം ദർസ് ലീവാണ് കേട്ടോ. പള്ളിയിൽ പറഞ്ഞേക്കലുണ്ട്. മഗ്‌രിബിന് പോയി കഴിഞ്ഞാൽ ഏഷ കഴിഞ്ഞ് ആ ഒരു ടൈമാണ് കേട്ടോ വരിക. ദർസിലെ കുട്ടികളൊക്കെ കുറച്ച് സമയം ഖുർആനെല്ലാം ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കലുണ്ട്. വെറുതെ ഇവിടെ നിന്നിട്ട് എൻ്റെ അടി വാങ്ങിക്കുക എന്നല്ലാണ്ട് കലമ്പും ഇതെല്ലാം കൊള്ളുക എന്നല്ലാണ്ട് പഠിക്കുകയും ചെയ്യില്ല, പറയിപ്പിക്കുക എന്നല്ലാണ്ട്. അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ പറഞ്ഞേക്കലുണ്ട്. ഇന്നിപ്പോൾ 2-3 ദിവസം ലീവ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്ക് അതായത് നമ്മൾ വെസ്റ്റേൺ വാങ്ങിക്കുന്നിടത്തു നിന്ന് പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടേനു. ആ ഒരു പുട്ടുപൊടി തീരെ പറ്റുന്നില്ല, എന്തോ ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അജ്മിയന്നെ വാങ്ങിയിട്ടുണ്ട്. പുട്ടുപൊടിയിൽ അജ്മിയന്നെയാണ് കേട്ടോ അടിപൊളി. അപ്പോൾ അത് കുഴച്ചിട്ട് ഉമ്മാക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഉമ്മയാണ് കേട്ടോ പുട്ടുകൊടുന്നത്. ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുപോക്കാന്ന്. പിന്നെ കറി നമ്മൾ രാവിലെ വെച്ച് നത്തൽ കറി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിയാപ്പിളാറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലൊന്നും കൂടുതൽ ഉണ്ടാവലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഇന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതും ആക്കിയെടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക വന്നിട്ടുണ്ടേനു. ഓനിക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ്റെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട് ഞാനിത് അപ്പുറത്തേക്ക് പോക്കാന്ന്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു ദിവസത്തെ വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് ഞാൻ 2-3 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ കേട്ടോ ഷൂട്ടാക്കിയിട്ടുള്ളത്. ഫുൾ ഡേ വ്ളോഗ് ഞാൻ എടുക്കലുണ്ട്, പക്ഷേ മറന്നു പോക്കേനു കേട്ടോ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ ഓർമ്മിച്ച് മൊത്തത്തിലെടുത്തിട്ടുണ്ടേനു ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ. അങ്ങനെ നമ്മളെ ഫുഡടിയും പിന്നെ ഫോൺ വിളിയും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ജ്യൂസ്, ഇന്ന് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി, അത് ഇനി വെച്ചിനെങ്കിൽ ചാടിക്കളയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ച് ഷെയാനോടൊന്ന് അടിച്ച് വാരും, മോനെ നല്ല മോനല്ലേ എന്ന് പറഞ്ഞിട്ട് മോനെ കുറച്ച് സോപ്പ് ഇട്ടതിന് ശേഷം മോൻ അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. ആൺകുട്ടികളെ നമ്മൾ എല്ലാ പണിയും പഠിപ്പിച്ച് വളർത്തണം. അങ്ങനെയാണല്ലോ അങ്ങനെ. അപ്പോൾ ഇപ്പം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയെല്ലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പില്ലേ പിറ്റേത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലല്ലോ മന്തി ഉണ്ടാക്കുന്നത്. ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ.
കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉമ്മ ചോറ് വേവിച്ചിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മസാല ഉണ്ടാക്കി ചിക്കനും ഒന്ന് വേവിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദമ്മിടലാണ് കേട്ടോ എൻ്റെ പണി. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചിക്കൻ മന്തി. ഇന്ന് നമ്മൾ ഷെയാൻ്റെ ബർത്ത്ഡേനു കേട്ടോ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം അവൻ്റെ ബർത്ത്ഡേ. അപ്പം നാളെ നമ്മൾ ഒന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇന്ന് മന്തിയാക്കി തിന്നാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ മന്തി സെറ്റായിട്ടുണ്ട്. മന്തി ഇപ്പുറത്തെ പുരക്കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അന്നത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കേനു കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആ രാത്രിക്കാണ് കേട്ടോ കമൻസ് എല്ലാം വായിക്കൽ. നല്ല രസമാണ് കേട്ടോ ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും റിപ്ലൈ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കമൻസ് ഉണ്ട് അതിനും നോക്കാത്തത്. അപ്പോൾ അതെല്ലാം നോക്കി അതിനുള്ള റിപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലേനും ഇന്നേനും ഏതോ ഒരു ദിവസം കേക്ക് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും വാങ്ങി അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്യലാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് കേക്ക് കട്ട് ചെയ്യലാണ്. ഇഷമോളെ ബർത്ത്ഡേ ഉണ്ടല്ലോ ഗൈസ്. എനിക്ക് അത് വിചാരിക്കുമ്പോൾ തന്നെ ഇൻഷാ അല്ലാ എന്തായാലും 3ാമത്തെ ബർത്ത്ഡേ നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഇൻഷാ അല്ലാ നടക്കുമോ എന്നറിയില്ല. എന്തായാലും ഓളെ 2 ബർത്ത്ഡേക്കും എനിക്ക് കേക്ക് കട്ട് ചെയ്തതിനുള്ളിൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഷെയാൻ്റെ ഈ 9 വയസ്സായി കേട്ടോ. എനിക്ക് 9 വയസ്സ് വരെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈശ്വരൻ്റെ എന്താണെന്നറിയില്ല. എൻ്റെ ബർത്ത്ഡേ വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ എനിക്ക് വലിയ മൂടില്ലാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാ ഇനി 3ാമത്തെ ബർത്ത്ഡേ നമ്മൾ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കേക്കെല്ലാം കട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, മാളിൽ വന്നിട്ടുണ്ട്, ലിങ്ക്സ് മാളിൽ. അപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ, എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്ന് ഒരു ഐസ്ക്രീമും കുറച്ച് ഫ്രൂട്ട്സ് ലാഡെല്ലാം വാങ്ങിയിട്ടെന്ന് പിന്നെ അവരെ നമ്മൾ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്, കളിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ടൈമേനു ഗൈസ്. നമ്മൾ എന്തെല്ലാം കഴിക്കാൻ പറ്റുന്നോ, വയറിൽ എത്രയൊക്കെ സ്ഥലമുണ്ടോ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവർക്കുള്ളതും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കഴിച്ച് നമ്മളും കഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചിക്കനും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി എപ്പോഴെങ്കിലും വ്ളോഗെല്ലാം എടുത്തിനെങ്കിൽ അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.